وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കളിപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി ദിമാഅക്കും, അവിടെ 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. അൻഫുസക്കും, സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് അവിടെ നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അതേപോലെ തന്നെ മിൻ ദിയാരിക്കും, അവിടെയും അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുമ്മ, മീമിൻ്റെ മേലെ ശബ്ദ വന്നതുകൊണ്ട് 2 ഖദ്ർ മണിക്കേണ്ടതാണ്. അഖറർതും, ഖാഫിൻ്റെ മേലെ സുക്കൂന് വന്നതുകൊണ്ട് തന്നെ ഖൽഖല ചെയ്യേണ്ടതാണ്. ശേഷം കനപ്പിക്കേണ്ട റാ ആണ്. അതിനുശേഷം കനപ്പിക്കേണ്ട സുക്കൂനുള്ള റാ ആണ്. അഖറർതും. വഅൻതും, സുക്കൂനുള്ള നൂന് ശേഷം താ വന്നതുകൊണ്ട് തന്നെ അവിടെ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വഇദ് അഖദ്ന, നാം വാങ്ങിയ സന്ദർഭം, മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കരാർ, ലാ തസ്ഫികൂന, നിങ്ങൾ ചിന്തിക്കുകയില്ല, ദിമാഅക്കും, നിങ്ങളുടെ രക്തങ്ങളെ, വലാ തുഖ്രിജൂന, നിങ്ങൾ പുറത്താക്കുകയുമില്ല, അൻഫുസക്കും, നിങ്ങളെ തന്നെ, മിൻ ദിയാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, സുമ്മ, പിന്നെ, അഖ്റർതും, നിങ്ങൾ സമ്മതിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞു, വ അൻതും, നിങ്ങളാകട്ടെ, തഷ്ഹദൂൻ, സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ ഈ 84-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ല എന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്താക്കുകയില്ല എന്നും പിന്നെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് ഏറ്റ് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ വിമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിലെ മദീനയിലുള്ള യഹൂദികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ ആയത്ത് അവതരിക്കുന്നത്. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആശയം എന്താണ് എന്നും, അതായത്
ഈ ആയത്തിന്റെ താല്പര്യം എന്താണ് എന്നും അതുപോലെ ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ പരാമർശത്തിന് വിധേയമായ യഹൂദികളുടെ പ്രവർത്തനങ്ങളും ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠനവിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ആയത്തും അതുപോലെ ഇതിനെ തുടർന്ന് വരുന്ന ആയത്തുമാണ് മദീനയിലുണ്ടായിരുന്ന യഹൂദികളുടെ സ്വഭാവം വിവരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യഹൂദികളെ വിമർശിച്ചുകൊണ്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് വിശദമായിക്കൊണ്ട് എന്താണ് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ അവരുടെ ആ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുവാൻ ഏതായാലും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ കുറിച്ച് പൊതുവായി പറഞ്ഞ, അതായത് പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഉറപ്പു വാങ്ങിയ ഏതാനും കാര്യങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഈ ആയത്തും അതിൻ്റെ അർത്ഥവും ഒന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, വഇദ് അഖദ്നാ മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം, ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ല എന്നും, വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്താക്കുകയില്ല എന്നും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പരസ്പരം രക്തം ചിന്തുകയില്ല എന്നും അതുപോലെ തന്നെ അവർ പരസ്പരം അവരുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയില്ല എന്നും, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? സുമ്മ അഖറർതും വ അൻതും തഷ്ഹദൂൻ, പിന്നെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ട് അതവർ സമ്മതിച്ചതാണ്, പിന്നെ എന്തു ചെയ്തു? പിന്നെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് ഏറ്റു സമ്മതിക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവരെ കുറിച്ച് പറയുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞ ഈ കാര്യങ്ങൾ, അതിന്റെ വിശദമായ താല്പര്യം എന്താണ് എന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആയത്തിന് ശേഷമുള്ള ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. അതോടുകൂടി ഈ വിഷയ സംബന്ധമായുള്ള ഒരു വ്യക്തമായ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഈ 54-ാമത്തെ ആയത്തിന്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യുവാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.